ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ആടുജീവിതത്തിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ട്. ആടുജീവിതത്തെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സ്ട്രഗിൾ അറിഞ്ഞ ഒരു സിനിമ തന്നെയാണ്. ഇൻക്ലൂഡിങ് പൃഥ്വിരാജ് ആയാലും എ ആർ റഹ്മാൻ, ബ്ലസ്സിനെ എടുത്ത് പറയണം. ചില്ലറ വർഷമല്ല, 10-11 വർഷത്തിന് മേലെയാണ് പുള്ളിക്കാരി ഇതിനായിട്ട് എഫേർട്ട് എന്ന് പറഞ്ഞാൽ ചില്ലറയല്ല. ആക്ച്വലി ബെന്യാമിൻ ഇതിൻ്റെ സ്റ്റോറി എഴുതുന്ന സമയത്ത് തന്നെ ബ്ലസ് ചെയ്ത് സിനിമ ആക്കണം എന്ന് പോലും ആലോചിച്ചിരുന്ന സമയത്ത് തുടങ്ങിയ പരിപാടിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഫസ്റ്റ് ട്രെയിലറിലേക്ക് പോവാം. विजुअल रोमांस अंदर से कोई बाहर ना जा सके, अंदर से कोई बाहर ना जा सके। शॉट എന്ത് ട്രാൻസ്ഫർമേഷൻ ഉണ്ട് എൻ്റെ അമ്മേ. റസുൽ പൂക്കുറ്റി, സൗണ്ട് എഫക്ട് റസുൽ പൂക്കുറ്റി. ഒറിജിനൽ സ്കോർ अंदर से कोई बाहर ना जा सके। അപ്പം പടം റിലീസ് മാർച്ച് 28 ആണ്. 29th ആയിരുന്നു ആദ്യം. ഏപ്രിലായിരുന്നു റിലീസ് ചെയ്യാൻ പ്ലാൻ. പിന്നെ അത് മാർച്ചിലോട്ടാക്കി. കാരണം ഏപ്രിൽ ഒരുപാട് സിനിമകൾ വരുന്നുണ്ട്. സോ അതിൻ്റെ കൂടെ സ്ട്രഗിൾ ചെയ്യേണ്ടെന്ന് വെച്ചിട്ടായിരിക്കാം ഇപ്പം മാർച്ചിലാക്കി. ഞാൻ പിന്നെ കേട്ടത് മാർച്ച് 29th ആയിരുന്നു. അപ്പോൾ 29th പടങ്ങളുണ്ട്. ഒബ്വിയസ്ലി ഒരു ഗോഡ്സില എന്ന് പറഞ്ഞ പടം റിലീസുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ കൊളാബ് ചെയ്യണമെന്ന് വെച്ചിട്ടായിരിക്കാം മേ ബി ഇതും 28 കൺഫേം ആക്കിയിട്ടുള്ളത്. എനിവേ ഐ എം റിയലി വെയിറ്റിംഗ് ഫോർ ദിസ് മൂവി. നജീബിൻ്റെ സ്റ്റോറി അറിയാനായിട്ട് എല്ലാവരും വെയിറ്റിംഗ്. ഞാൻ ബുക്ക് വായിച്ചിട്ടില്ല ഫസ്റ്റ് ഓഫ് ഓൾ. കാരണം എനിക്ക് ഇതിലൂടെ ഒന്ന് അറിയണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. സോ ഞാൻ ബുക്ക് വായിച്ചിട്ടില്ല. ഇതിനെപ്പറ്റി കൂടുതൽ ഡീപ്പായിട്ടൊന്നും ചിന്തിക്കാൻ പോയിട്ടില്ല. നജീബിൻ്റെ ഇൻ്റർവ്യൂ ഞാൻ ഒന്നും കാണാൻ പോയിട്ടില്ല. ഒരുപാട് ഫ്രണ്ട്സ് എനിക്ക് അയച്ചു തരാറുണ്ട് ഇങ്ങനെ റീൽസിൽ. ഞാൻ അത് അങ്ങ് കാണാറില്ല. ബിക്കോസ് എൻ്റെ ആവശ്യമില്ല. കാരണം ഞാൻ സിനിമ കാണുമ്പോൾ അധികം തന്നെ കിട്ടുന്ന കാര്യമാണ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ താല്പര്യം. പിന്നെ മ്യൂസിക് എടുത്തു പറയണം എ ആർ റഹ്മാൻ. കാരണം എ ആർ റഹ്മാൻ്റെ ഇപ്പോൾ ഇറങ്ങിയ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ അതിനൊക്കെ മുന്നേ സംഭവം കഴിഞ്ഞാണ്. പക്ഷേ അതിൻ്റെയൊക്കെ മ്യൂസിക്കിന് ഒട്ടും സാറ്റിസ്ഫൈ ആയിരുന്നില്ല. എ ആർ റഹ്മാൻ്റെ മിക്ക പടങ്ങളിലും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ എല്ലാ പടങ്ങളിലും ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. ഇൻക്ലൂഡിങ് പൊന്നിയിലും പോലും ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. പക്ഷേ ഇതിൽ മേ ബി എ ആർ റഹ്മാൻ ഒരു കംബാക്ക് ആവട്ടെ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അത്രയ്ക്കും പ്രതീക്ഷയുണ്ട്. പിന്നെ പൃഥ്വിരാജ് ഇതിന് ഇട്ട എഫേർട്ട് ചില്ലറയൊന്നുമല്ല. അത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത്രയ്ക്ക് ഇൻക്ലൂഡിങ് ബ്ലസ്സി പുള്ളിക്കാരന് ഈ പടം ഒരു ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് മലയാളത്തിൽ. അത് ഉറപ്പായിട്ടും പറയും. ബ്ലസ്സിയാണ് അതിൻ്റെ മെയിൻ റീസൺ. ഡയറക്ടറാണല്ലോ ഒരു സിനിമയുടെ നെടുന്തൂണെന്ന് വെച്ച് കഴിഞ്ഞാൽ. സോ അതിന് ഏറ്റവും വലിയൊരു ചാൻസ് കാണുന്നുണ്ട്. ആ ഒരു എഡിറ്റിംഗ് വർക്ക് ആയാലും പിന്നെ സൗണ്ട് റസൂൽ പൂക്കുറ്റി, എൻ്റെ അമ്മു അതൊന്നും നോക്കണ്ട. പിന്നെ അമല പോളൊക്കെ ഉണ്ട് മെയിനായിട്ട്. പിന്നെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. കൂടുതലായിട്ട് ഞാൻ ഡീപ്പായിട്ടൊന്നും ഞാൻ സെർച്ച് ചെയ്യാൻ പോയില്ല. എന്തായാലും എനിക്ക് ബാക്കി പടം കണ്ടിട്ടാണ് എനിക്ക് എങ്ങനെയുള്ള കാര്യം നോക്കാനുണ്ട്. പക്ഷെ എനിക്ക് ഐ എം റിയലി വെയിറ്റിംഗ് ഓൺ 28th of March ഓഫ് ദിസ് മന്ത്. എന്താവും എന്നറിയില്ല. പക്ഷേ ആ എടുത്തിരിക്കുന്ന രീതിയൊക്കെ ഒരു രക്ഷയില്ല. സീരിയസ് ആയിട്ട് എഡിറ്റിംഗ് ഒക്കെ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അത് കൊറോണയ്ക്ക് മുന്നേ 2016 സംതിങ് തുടങ്ങിയ ഷൂട്ട്. എൻ്റെ ഊഹം, ഞാൻ പറയുന്നത് ശരിയാണെങ്കിലോ, ഞാൻ സ്ഥാപിക്കുന്നില്ല ഞാൻ ശരിയാണ് പറയുന്നത്. എൻ്റെ ഒരു ഊഹം 2016 കൊണ്ടാണ് തുടങ്ങിയത്.
ആ സമയത്ത് സ്റ്റാർട്ട് ചെയ്ത ഫിലിമാണ്. അപ്പം എന്തായാലും ബാക്കി തിയേറ്ററിൽ തന്നെ കാണാം. ഞാൻ ഒരു കാര്യം നിങ്ങൾ എടുത്തു പറയാണ്, ഈ പടം കാണുന്നുണ്ടെങ്കിൽ ചൂസ് ഡോൾബി അറ്റ്മോസ് ഫോർ ഷുവർ. ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ സൗണ്ട് മിക്സർ റസൂൽ പൂക്കുറ്റിയാണ്. അതുകൊണ്ട് തന്നെ സൗണ്ടിന് അതിൻ്റേതായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റും അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസും കാണും. സോ ഒരു ഡോൾബി അറ്റ്മോസ്ഫിയർ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്താൽ അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ വിഷ്വലി അതും 4K റെസൊല്യൂഷനിൽ കാണുന്നതും അത് അതിൻ്റേതായ ഒരു എഫക്റ്റും ഫീല് നമുക്ക് കിട്ടും. സോ ഐ ചൂസ് യു ടു ടേക്ക് ഡോൾബി അറ്റ്മോസ്. ആൻഡ് നമുക്ക് എന്തായാലും നോക്കാം. ഞാൻ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല, ബാക്കി നമുക്ക് റിവ്യൂയിലേക്ക് തുടങ്ങുമ്പോൾ ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഓക്കെ ഗൈസ്, അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് ആലോചിക്കുക. സൈൻ ഓഫ് ഫ്രം ആനന്ദ് KC. എല്ലാം ആവട്ടെ. ബൈ.